ഇന്നത്തെ വീഡിയോയിൽ സൗദിയിലേക്ക് എങ്ങനെ ഒരു ഫാർമസിസ്റ്റിന് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. അത് എക്സ്പയർ ആയിട്ടുണ്ടോ, എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ഫസ്റ്റ് ഇത് റിന്യൂ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഡാറ്റ ഫ്ലോയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഡാറ്റ ഫ്ലോയ്ക്ക് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, കോഴ്സ് കംപ്ലീഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. നമുക്ക് എക്സ്പീരിയൻസ് സൗദിക്ക് 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും മിനിമം വരുന്നത്. അപ്പോൾ ഫാർമസിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡി ഫാം കാണും, ബി ഫാം, അതുപോലെ എം ഫാം, ഫാം ഡി, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ഡി ഫാമിൻ്റെ രജിസ്ട്രേഷൻ, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ നിങ്ങൾ എപ്പോഴാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ബി ഫാമിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണോ ഒബ്റ്റെയിൻ ചെയ്തത്, അതിനുശേഷമുള്ള 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് സൗദിക്ക് വേണ്ടിയിട്ട് ഫാർമസിസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മിനിമം എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ. ഓക്കെ, പിന്നെ നമുക്ക് ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഡിപ്ലോമ, പിന്നെ അതിൻ്റെ ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, മിനിമം 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഒറ്റ സർട്ടിഫിക്കറ്റ് നമുക്ക് ബേസിക് പാക്കേജിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ കാണും. ഇപ്പോൾ ബി ഫാം കഴിഞ്ഞ് എം ഫാം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എം ഫാം ഒരു ഡ്യുവൽ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ ചിലർക്ക് 2 or 3 എക്സ്പീരിയൻസ് കാണും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, അതെല്ലാം അഡീഷണൽ ഫീസ് വന്നിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺസ് ഇത് ഡാറ്റ ഫ്ലോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്രെഡൻഷ്യലിംഗ് എന്ന പ്രൊസീജിയർ ആണുള്ളത്. ക്രെഡൻഷ്യലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാമിൻ്റെ ബുക്ക് ചെയ്യാനുള്ള ഇത് വരുന്നത്, ഓപ്ഷൻ വരുന്നത്. ക്രെഡൻഷ്യൽസിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. വൺസ് ക്രെഡൻഷ്യൽസ് അപ്രൂവ് ആയി കഴിയുമ്പോൾ, ക്രെഡൻഷ്യൽസിന് 2 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് അപ്രൂവ് ആയി കഴിയുമ്പോൾ നമുക്ക് എക്സാം എലിജിബിലിറ്റി ID കിട്ടുന്നു. അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സാമിനേഷൻ ബുക്ക് ചെയ്യുന്നത്. സൗദിക്ക് പ്രോമെട്രിക് എക്സാമിനേഷൻ ആണ്, ട്രിവാൻഡ്രത്തായിരിക്കും കേരളത്തിൽ സെൻറ്റർ ഉള്ളത്. പിന്നെ മറ്റ് ഗ്ലോബലി സെൻറ്റേഴ്സും ഇതിന് അവൈലബിൾ ആണ്. ഓക്കെ, വൺസ് എക്സാം നിങ്ങൾ പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത ഏറ്റവും ഫൈനൽ സ്റ്റേജിൻ്റെ ഒരു ക്രെഡൻഷ്യൽസ് ചെയ്യാൻ പറ്റുന്നത്. അത് അപ്രൂവ് ആയി കഴിയുമ്പോൾ നമുക്ക് സൗദി മിനിസ്ട്രിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. പിന്നെ ഉള്ളത് നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ ആണ്. നമുക്ക് സൗദിയുടെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാം, സൗദിക്ക് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനും ചെയ്യാൻ പറ്റും. സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സൗദി അപ്പോസ്റ്റൽ തന്നെ മാൻഡേറ്ററി ആയിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. നോർമൽ അപ്പോസ്റ്റൽ ചെയ്താൽ അത് അക്സെപ്റ്റബിൾ ആവില്ല. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു QR കോഡും കൂടെ അഡീഷണൽ ഉണ്ടാവും. നമുക്ക് അത് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ എല്ലാവരും ചോദിക്കും, സൗദിക്ക് ഈ ഡേറ്റാ ഫ്ലോയ്ക്ക് ഇത്ര വാലിഡിറ്റി പീരീഡ് ഉണ്ടോ, കുറച്ച് നാൾ കഴിയുമ്പോൾ എക്സ്പയർഡ് ആവും എന്നൊക്കെ ചോദിക്കും. ഡേറ്റാ ഫ്ലോ ആക്ച്വലി ലൈഫ് ടൈം ആണ്. വൺസ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കൺട്രിയിലോട്ട് വേണേലും നമുക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ സൗദിയുടെ ഡേറ്റാ ഫ്ലോ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് വേറൊരു കൺട്രിയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു DHAയുടെ ഡേറ്റാ ഫ്ലോ റിപ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക, അത് ഡയറക്റ്റ് ആയിട്ട് സൗദിയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. നമ്മൾ സൗദി മിനിസ്ട്രിക്ക് ആദ്യം ഒരു റിക്വസ്റ്റ് കൊടുത്ത് മിനിസ്ട്രിയുടെ സൈഡിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയ ശേഷമായിരിക്കും അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരോടും കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് സൗദിക്ക് ഒരു ഫ്രഷ് ഡേറ്റാ ഫ്ലോ ചെയ്യാനാണ്. കാരണം ഈ റിക്വസ്റ്റ് കൊടുത്ത് അതിന് റിപ്ലൈ ഒക്കെ വരുമ്പം കുറേ ടൈം ഡിലേ ആയി പോകും. പിന്നെ നമ്മൾ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ നമ്മുടെ കോച്ചിങ് എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഫാർമസിസ്റ്റിന് നമ്മൾ ലൈവ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 50-55 വർക്കിംഗ് ഡേയ്സോളം നിങ്ങൾക്ക് കോച്ചിങ് ഉണ്ടാവും. ട്യൂട്ടറുമായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, പിന്നെ ഓൾ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു ഈ കോച്ചിങ്ങിൽ. ഓക്കെ, പിന്നെ 100% സക്സസ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞങ്ങൾ ആൾവേസ് ഹാപ്പി ടു ഹെൽപ്പ്. ഓക്കെ, ഞങ്ങളുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. വാട്സപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 10 to 6 ഡയറക്റ്റ് കോളും ചെയ്യാം. കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ.